ഗൾഫ് മേഖലയുടെ മണ്ണിൽ നിന്നുയരുന്നത് വെറുമൊരു യുദ്ധത്തിൻ്റെ പുകപടലങ്ങളല്ല. ആഗോള ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു മഹാവിപത്തിൻ്റെ അപായ സൂചനകളാണത്. സൂപ്പർ പവർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആ നടുക്കുന്ന പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ വെറും വാക്ക് പറയുകയല്ല, ഇത് ഇറാൻ്റെ അന്ത്യശാസനമാണ്. അമേരിക്കയല്ല ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ കടുത്ത വാക്കുകൾ കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് ലോകമഹായുദ്ധത്തിൻ്റെ കരിനിഴൽ പടർത്തുന്ന യാഥാർത്ഥ്യമാണ്. കേവലം 2-3 ദിവസത്തെ സമയം മാത്രമാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചു നീട്ടിയിരിക്കുന്നത്. അതിനുള്ളിൽ ഈ അധിനിവേശ യുദ്ധം നിർത്തി പിന്മാറിയില്ല എങ്കിൽ സകലതും തകർത്ത് തരിപ്പണമാക്കുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തെ തന്നെ ഇപ്പോൾ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. തുടർച്ചയായ 6-ാം ദിവസവും ഇറാൻ്റെ ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം അതിശക്തമായ വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ കരുത്തൊടിക്കാൻ അവരുടെ യാത്രാ സൗകര്യങ്ങളായ വലിയ പാലങ്ങളും പ്രധാന റെയിൽവേ ജംഗ്ഷനുകളും തകർത്ത അമേരിക്ക ഒടുവിൽ ഇറാൻ്റെ ജീവനാഡിയായ ഊർജ വൈദ്യുതി മേഖലകളെ പാടെ നിശ്ചലമാക്കാനുള്ളൊരു നീക്കത്തിലാണ്. ഈ ക്രൂരമായ ആക്രമണങ്ങളിൽ നിരപരാധികളായ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കടുത്ത പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ സൈനിക തന്ത്രവും പ്രഹരശേഷിയും പുറത്തെടുക്കാൻ തീരുമാനിച്ചത്. ചർച്ചകളുടെയോ നിയന്ത്രിത തിരിച്ചടികളുടെയോ സമയം കഴിഞ്ഞുവെന്നും ഇനി നേരിട്ടുള്ള സമ്പൂർണ്ണ നശീകരണത്തിൻ്റെ പാതയാണ് തങ്ങൾ സ്വീകരിക്കുകയെന്നും ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. അമേരിക്കയുടെ ഈ യുദ്ധപ്രഖ്യാപനത്തിന് വളരെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും സിറിയയിലെ അമേരിക്കയുടെ അതിശക്തമായ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെൻറ്ററിന് നേരെയും ഇറാൻ തങ്ങളുടെ മാരകമായ മിസൈലുകളും ഡ്രോണുകളും ഒരേ സമയം അഴിച്ചുവിട്ട് കഴിഞ്ഞു. വൻ നാശനഷ്ടങ്ങളാണ് ഈ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള കപ്പൽ ഗതാഗതത്തിൻ്റെയും ലോക സമ്പദ് വ്യവസ്ഥയുടെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് തായ്ലൻഡ് കപ്പലിന് നേരെ ഇറാൻ സൈന്യം നേരിട്ട് ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് ലോകരാജ്യങ്ങൾക്ക് ഇറാൻ നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പാണ്. ഇറാൻ ഭയന്ന് പിന്മാറില്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ അടുത്ത തന്ത്രപരമായ നീക്കം. ഇറാൻ്റെ ഊർജ്ജ മേഖലയ്ക്ക് മേൽ അമേരിക്ക ഇനിയും തൊട്ടുകളിച്ചാൽ ചെങ്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കപ്പൽ പാതകൾ പൂർണ്ണമായി തടയാൻ തങ്ങളുടെ സഖ്യകക്ഷിയായ യമനിലെ ഹൂത്തി വിമതർക്ക് ഇറാൻ കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇതിനർത്ഥം ലോകത്തെയാകെ ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും എണ്ണവിലക്കയറ്റത്തിലേക്കും തള്ളിവിടാൻ ഇറാൻ മടിക്കില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അമേരിക്കയും തയ്യാറല്ല. യൂറോപ്പിലെ തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് അതിനൂതനമായ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്കയും യുദ്ധസജ്ജമായി നിൽക്കുകയാണ്. ഏത് അതിർത്തി കടന്നും എന്ത് വലിയ വില കൊടുത്തും അമേരിക്കൻ സാന്നിധ്യത്തെ ഈ മണ്ണിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ്റെ കടുത്ത പ്രഖ്യാപനം. അതിർത്തികൾ തങ്ങളുടെ സൈന്യത്തിനൊരു തടസ്സമല്ലെന്നവർ ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങളിപ്പോൾ തിരിച്ചു പോകില്ലാത്ത വിധം കൈവിട്ടുപോയൊരവസ്ഥയിലാണ്. 2 വൻശക്തികൾ തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ആഗോള സമാധാനത്തെ തന്നെ പൂർണ്ണമായി തകർക്കുന്നൊരു ഘട്ടത്തിലേക്ക് വളർന്നിരിക്കുന്നു. സംഘർഷം ലഘൂകരിക്കാനുള്ള യാതൊരുവിധ നയതന്ത്ര നീക്കങ്ങളും നിലവിലെവിടെയും കാണാനില്ല എന്നതും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര സമൂഹവും ലോകശക്തികളും അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും കേൾക്കുക ലോകത്തെയാകെ വിഴുങ്ങുന്നൊരു മഹായുദ്ധത്തിൻ്റെ ഭയപ്പെടുത്തുന്ന സ്ഫോടന ശബ്ദങ്ങളായിരിക്കും.